ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീരാമൻ വനവാസത്തിന് പോകാൻ പുറപ്പെടുമ്പോൾ ലക്ഷ്മണനും കൂടെ പോകാൻ തയ്യാറായി. അപ്പോൾ ലക്ഷ്മണൻ അമ്മയായ സുമിത്രയോട് അനുവാദം ചോദിക്കുന്ന പോകാൻ വേണ്ടി അനുവാദം ചോദിക്കുന്ന സമയത്ത് സുമിത്ര മകന് ഉപദേശിച്ചു കൊടുക്കുന്ന ശ്ലോകമാണ്. അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും അഗ്രേന നടന്നു കൊള്ളണം പിരിയാതെ രാമനെ നിത്യം ദശരഥനെന്നുള്ളി ആമോദമോടു നിരൂപിച്ചു കൊള്ളണം. എന്നെ ജനകാത്മജയെന്നുറച്ചുകൊൾ പിന്നെ അയോധ്യയെന്നോർത്തിടവിയെ മായാവിഹീനമീ വണ്ണമുറപ്പിച്ചു പോയാലുമെങ്കിൽ സുഖമായി വരികതേ. അമ്മയായ സുമിത്രയെ ലക്ഷ്മൺ ഏൽപ്പിക്കുന്ന കൗസല്യയുടെ കൈകളിലാണ്. പുത്രനെ അനുഗ്രഹിച്ച ശേഷം സുമിത്ര നൽകുന്ന ഉപദേശം ആ മാതൃഹൃദയത്തിൻ്റെ ധാർമ്മിക ബോധം വെളിപ്പെടുത്തുന്നു. രാമനെ പിതാവായും സീതയെ അമ്മയായും അടവിയെ അയോധ്യയായും കരുതി വനവാസം തുടർന്നാൽ സർവവും ശുഭമാവുമെന്ന വിശ്വാസമാണ് നന്മ നിറഞ്ഞ സുമിത്രയുടെ ബലം. ഇതാണ് രാമായണത്തിലെ അതിശ്രേഷ്ഠമായ ശ്ലോകം.